ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് എന്നൊരു പ്രയോഗം കേട്ടിട്ടില്ലേ? മലയാളിയായ മനോജ് നൈറ്റ് ശ്യാമളൻ എന്ന ഹോളിവുഡ് സംവിധായകൻ ആ പേരിൽ ഒരു സിനിമയെടുത്ത് ഓസ്കാർ നോമിനേഷനൊക്കെ വാങ്ങിയിട്ടുണ്ട്. സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൂപ്പർ നാച്ചുറൽ കഴിവിനെയാണ് പൊതുവെ സിക്സ്ത് സെൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരിച്ചവരെ കാണാനുള്ള കഴിവാണ് ശ്യാമളൻ്റെ സിനിമയിലെ നായകൻ്റെ സിക്സ് സെൻസ്. ഇങ്ങനെ അഞ്ചിന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തിരിച്ചറിയുന്നതിൽ കൂടുതൽ അറിവോ വിവരമോ വെളിപ്പെടുത്തുന്നവർക്ക് അതീന്ദ്രിയ ജ്ഞാനം അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടെന്നാണ് പറയാറുള്ളത്. അയ്യർ ദി ഗ്രേറ്റ് എന്ന ചലച്ചിത്രത്തിലെയും നായക കഥാപാത്രം ഇത്തരമൊരു പ്രത്യേകതയുള്ളവളായിരുന്നു. പ്രസ്തുത ചലച്ചിത്രത്തിൽ ഒരു അപകടമുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ മുൻകൂട്ടി ആ കഥാപാത്രം വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിവരം അയാൾക്ക് ലഭ്യമായത് അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും കൂടി അയാൾക്ക് അനുഭവവേദ്യമായതിനാൽ അല്ല. അയാൾ കണ്ണുകൊണ്ട് കാണുകയോ കാതിലൂടെ കേൾക്കുകയോ തൊട്ടറിയുകയോ ഒന്നും ചെയ്തതിനു ശേഷമല്ല ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. സാധാരണ മനുഷ്യർക്കുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അയാൾക്ക് ലഭിച്ചതല്ല ആ വിവരം. അപ്രകാരം ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തു നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതിന് ശരീരത്തിൽ ഒരു സ്വീകരണി അല്ലെങ്കിൽ റിസപ്റ്റർ പോലെ ഏതെങ്കിലും ഉണ്ടെങ്കിലേ അതിന് കഴിയൂ. ആ പ്രത്യേകതയെ ആറാം ഇന്ദ്രിയം അഥവാ സിക്സ് സെൻസ് എന്ന് പറയാം. പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ കഴിവിനെ തന്നെ കുറച്ചു കാണുകയാണ് ചെയ്യുന്നത് എന്നറിയാമോ? സ്കൂൾ ക്ലാസ്സുകൾ മുതൽ നമ്മൾ മിക്കവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യൻ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നിങ്ങനെ തൻ്റെ അഞ്ചിന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് ശരീരത്തിൻ്റെ പുറത്തു നിന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാടിലുമുള്ള മാറ്റത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. അങ്ങ് ക്രിസ്തുവിനും മുൻപ് ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ എന്ന ആശയം ഉണ്ടാക്കിയത്. ഇന്ന് മനുഷ്യന് എത്ര ഇന്ദ്രിയങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് 5 എന്ന ഉത്തരം വളരെ ചെറുതാണ്. ശാസ്ത്രം ഒരുപാട് പുതിയ സെൻസറുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിൽ എണ്ണുന്നു എന്നതിനനുസരിച്ച് ഇന്നത്തെ കണക്കിൽ മനുഷ്യനുള്ള ഇന്ദ്രിയങ്ങളുടെ എണ്ണം 10 മുതൽ 20 വരെയാണ്. ഞാൻ പാരാസൈക്കോളജി അല്ല പറയുന്നത്, പച്ചയായ ജീവശാസ്ത്രം തന്നെയാണ്. ഒരു സെൻസ് സംവേദനം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അതിന് ഒരു സെൻസർ ആവശ്യമാണ്. ഒരു പ്രത്യേകതരം സെൻസ് സ്വീകരിക്കാൻ ഒരു പ്രത്യേക സെൻസർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിൽ 2 തരം സെൻസർ കോശങ്ങൾ ഉണ്ട്. കോൺ, റോഡ് എന്നിങ്ങനെയാണ് അവയ്ക്ക് പേര്. കോൺ കോശങ്ങൾ നല്ല പ്രകാശമുള്ള സമയത്ത് മാത്രമേ പ്രവർത്തിക്കൂ. നിറങ്ങൾ തിരിച്ചറിയുക എന്നതാണ് അവയുടെ ജോലി. എന്നാൽ റോഡ് കോശങ്ങൾ വളരെ മങ്ങിയ പ്രകാശത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഈ 2 കോശങ്ങളും അടിസ്ഥാനമായി ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പ്രകാശം എന്ന സംവേദനം അവയിൽ കിട്ടുന്ന സമയത്ത് ഉദ്ദീപിപ്പിക്കപ്പെട്ട് ആ സന്ദേശം തലച്ചോറിനെ അറിയിക്കുക. അതായത് റോഡ്, കോൺ കോശങ്ങൾ പ്രകാശ സെൻസറുകൾ ആയി പ്രവർത്തിക്കുന്നു. ഇതുപോലെ ചെവിക്കുള്ളിൽ ശബ്ദ സെൻസറുകളും മൂക്കിനുള്ളിൽ ഗന്ധ സെൻസറുകളുമുണ്ട്. സെൻസറുകൾ അവരവരുടെ ജോലി മാത്രം ചെയ്യുന്ന കണിശക്കാരായ സ്റ്റാഫാണ്. മൂക്കിലെ സെൻസർ പ്രകാശത്തിന്റെ കാര്യത്തിലോ ചെവിയിലെ സെൻസർ ഗന്ധത്തിന്റെ കാര്യത്തിലോ ഇടപെടില്ല എന്ന് സാരം. കൃത്യമായി പറഞ്ഞാൽ എത്ര തരം സെൻസറുകൾ ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ സെൻസറുകളുടെ എണ്ണം, അല്ലാതെ അവയവങ്ങളുടെ എണ്ണമല്ല. നമ്മൾ ഒറ്റ സെൻസ് എന്ന് കരുതിയിരുന്ന പലതും വ്യത്യസ്തങ്ങളായ പല സെൻസറുകൾ ചേർന്നതാണ്. ഇന്ന് ട്രഡീഷണൽ സെൻസുകൾ എന്ന് വിളിക്കുന്ന കാഴ്ച, കേൾവി, ഗന്ധം, സ്പർശം, രുചി എന്നിവയ്ക്ക് പുറമെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള മറ്റു ചില പ്രധാനപ്പെട്ട സെൻസറുകൾ ഇവയാണ്. ഇക്വിലിബ്രിയോസെപ്ഷൻ, ഒറ്റത്തടിപ്പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ ശരീരം താഴെ വീഴാതെ നോക്കുന്ന ഒരു ബോധമില്ലേ, ഈ സെൻസാണത്. ഇതിന് ആവശ്യമായ സെൻസറുകൾ നമ്മുടെ ചെവിക്കുള്ളിലാണുള്ളത്. ചെവിയുടെ ഉൾഭാഗത്തെ പ്രത്യേക കനാലുകളിൽ ഉള്ള ദ്രാവകത്തിന്റെ ചലനമാണ് ഈ സെൻസറുകൾ നിരീക്ഷിക്കുന്നത്. ഇത് പരിശോധിച്ചാണ് തലച്ചോറ് ശരീരത്തിന്റെ ചലനം, ദിശ, വേഗത ഇവയൊക്കെ മനസ്സിലാക്കുന്നത്. തെർമോസെപ്ഷൻ, ചൂടും തണുപ്പും തിരിച്ചറിയാനും നമ്മുടെ ശരീരത്തിൽ സെൻസറുകളുണ്ട്. സ്പർശം എന്നതുപോലെ തന്നെ ഇവയും തൊലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഭയങ്കര ചൂടാണല്ലോ എന്ന് നമ്മൾ കാലാവസ്ഥയെ വിലയിരുത്തുമ്പോൾ ഈ സെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രോപ്രിയോസെപ്ഷൻ, സ്വന്തം ശരീരഭാഗങ്ങളുടെ ആപേക്ഷിക സ്ഥാനം നമ്മൾ അറിയുന്നത് ഈ സെൻസർ വഴിയാണ്. ഇരുട്ടത്തിരുന്ന് ആഹാരം കഴിച്ചാലും കൃത്യമായി കൈ വായിലേക്ക് തന്നെ പോകില്ലേ?
ഇതാണ് കാര്യം. നിങ്ങൾക്ക് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇടത്തെയും വലത്തെയും ചൂണ്ടുവിരൽ തുമ്പുകൾ പരസ്പരം മുട്ടിക്കാൻ കഴിയുന്നത് ഈ സെൻസ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. സ്പർശം അറിയുന്ന സെൻസുമായി ചില കാര്യങ്ങളിൽ ഇതിന് ബന്ധമുണ്ട്. നോസിസെപ്ഷൻ. നല്ലൊരു ഇടി കിട്ടുമ്പോൾ നമുക്ക് വേദന തോന്നുമല്ലേ? അവിടെ നമ്മൾ സ്പർശം എന്ന സെൻസ് അല്ല ഉപയോഗിക്കുന്നത്, നോസിസെപ്ഷൻ ആണ്. കോശങ്ങൾക്കോ ഞരമ്പുകൾക്കോ കേടുപാടുകൾ വരുത്താവുന്ന ഉദ്ദീപനങ്ങളെ തലച്ചോറിനെ അറിയിക്കുന്ന ജോലിയാണ് ഈ സെൻസിന്. അപകടങ്ങളിലേക്ക് നമ്മുടെ അടിയന്തര ശ്രദ്ധ കൊണ്ടുവന്ന് അവ ഒഴിവാക്കാൻ ഈ സെൻസ് സഹായിക്കുന്നു. കൈ പൊള്ളും എന്ന സാധ്യത മുൻകൂട്ടി കണ്ടു തീയിൽ നിന്നും കൈവലിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയുന്നത് ഇതുകൊണ്ടാണ്. തൊലി, അസ്ഥി, അസ്ഥിസന്ധികൾ, മറ്റ് ശരീരാവയവങ്ങൾ എന്നിവിടങ്ങളിലായി പ്രധാനമായും 3 തരം വേദനാ സെൻസറുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ക്രോണോസെപ്ഷൻ. സമയം കടന്നു പോകുന്നത് മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറിനെ സഹായിക്കുന്ന സെൻസാണിത്. ഇത് മറ്റ് സെൻസുകളെ അപേക്ഷിച്ച് വളരെ സങ്കീർണമായ ഒന്നാണ്. കാരണം നേരിട്ട് സമയമളക്കാൻ തലച്ചോറിന് കഴിയില്ല. മില്ലി സെക്കൻഡുകളോളം ചെറിയ സമയം മുതൽ വർഷങ്ങളോളം നീളുന്നവ വരെ മനുഷ്യന് അനുഭവഗോചരമാണ് എന്നാണ് നിരീക്ഷണം. ഇനി ഇതുവരെയും വിളിക്കാൻ പറ്റിയ പേരിട്ടിട്ടില്ലാത്ത ചില സെൻസുകൾ ഇവയാണ്. ശ്വാസകോശത്തിന്റെ വികാസം മനസ്സിലാക്കി ശ്വസന നിരക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന സെൻസറുകൾ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മനസ്സിലാക്കി ശ്വാസം മുട്ടലുണ്ടാക്കാൻ സഹായിക്കുന്ന സെൻസറുകൾ. രക്തത്തിലെ ലവണങ്ങളുടെ നില മനസ്സിലാക്കി അവ ഒരുപാട് കൂടിയാൽ ദാഹമുണ്ടാക്കാൻ സഹായിക്കുന്ന സെൻസറുകൾ. ദേഷ്യമോ സങ്കടമോ വരുമ്പോഴോ പ്രണയപരവശരാകുമ്പോഴോ ഉണ്ടാകുന്ന കവിൾത്തുടുക്കലിനെ നിയന്ത്രിക്കുന്ന സെൻസറുകൾ. വിഴുങ്ങുമ്പോഴും ഛർദ്ദിക്കുമ്പോഴും ഉണ്ടാകുന്ന വിശേഷ വികാരങ്ങൾ ഉണ്ടാക്കുന്ന അന്നനാളത്തിലെ സെൻസറുകൾ. മൂത്രാശയവും മലാശയവും നിറയുന്ന അവസ്ഥ മനസ്സിലാക്കി 1നോ 2നോ പോകാനുള്ള ആവശ്യമുണ്ടാക്കാൻ സഹായിക്കുന്ന സെൻസറുകൾ. മർദ്ദവും ചൊറിച്ചിലും തിരിച്ചറിയുന്ന സെൻസറുകൾ. ഇപ്പോൾ മനസ്സിലായില്ലേ തനിക്ക് 6ാം ഇന്ദ്രിയമുണ്ട് എന്ന് വീമ്പ് പറയുന്നവരെ ഇനി ധൈര്യമായി കളിയാക്കാം.